ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി സൺഡേ. അപ്പോൾ ഇന്നത്തെ ചെമ്പന്നൂരിൻ്റെ കഥ പറയാൻ റെഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കണേ. അപ്പോൾ ആദ്യമേ ഞാൻ പറയട്ടെ, എൻ്റെ കഥ കേൾക്കണേക്കാട്ടിലും മുന്നേ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ വിജയം. അപ്പം അങ്ങനെ ശ്രുതി രേവതിക്കും സച്ചിക്കുള്ള ചായ ആയിട്ട് വരികയാണ്. അപ്പോൾ രേവതി സച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശ്രുതിനെ കാണുമ്പോൾ പെട്ടെന്ന് ഞെട്ടി അന്തം വിട ധാരപ്പോൾ ഇത് ശ്രുതിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് രേവതി. സച്ചി പറയാം, ആ ധാര ചായ കൊണ്ട് വന്നേക്കുന്ന അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. രേവതി, നീ എന്നെ പിച്ചിക്ക് അത് സ്വപ്നമാണോ സത്യമാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ രേവതി സച്ചിയെ ഒരു പിച്ച് കൊടുക്കും. സത്യം തന്നെ എന്ത് പറ്റി പറലട്ടത്തി എന്ന് ചോദിക്കണം. നിങ്ങൾ വേണമെങ്കിൽ ചായ എടുത്ത് കുടിച്ചാൽ എനിക്കവിടെ 100 കൂട്ടം പണിയുണ്ട് പറയും. ഇതിൽ വല്ല വിഷം ചേർത്തിട്ടുണ്ടോ? എന്നാലും സാറില്ല, ഞാൻ അത് കുടിക്കാൻ പോകാൻ വേണ്ടി സച്ചി ശ്രുതിയുടെ അടുത്ത് നിന്ന് ചായ മേടിക്കുകയാണ്. ചായ മേടിക്കുമ്പോൾ ശ്രുതിയുടെ അടുത്ത് പറയും, നിനക്ക് ഈ ഗതി വരാൻ കാരണം നിൻ്റെ ആൻറ്റി തന്നെയാണ്. നിന്നെ സ്നേഹിച്ച് കൊല്ലണ ആൻറ്റി തന്നെയാണ്. അപ്പോൾ ആൻറ്റി പോയതുകൊണ്ടല്ലേ നിനക്ക് ഇതൊക്കെ ചെയ്യേണ്ട അവസ്ഥ വന്ന. നിനക്കുള്ള പാര നിൻ്റെ ആൻറ്റി തന്നെയാണെന്ന് പറയണ സച്ചി. ശ്രുതി എന്നിട്ട് വേഗം തിരിച്ചു പോണ സമയത്ത് എന്ത് പറ്റിയാണാവോ ശ്രുതിക്ക്, ഇതൊക്കെ അച്ചമ്മ കൊടുക്കണ പണിയാ സച്ചിയേട്ടാ പറയണ രേവതി. അങ്ങനെ അവർ ചായ എടുക്കുമ്പോൾ ഇതെന്താ ചായയോ കാടിവെള്ളത്തെ, എനിക്കൊന്നും വേണ്ട വേണ്ട. ശ്രുതി കൊടുത്ത ചായ രേവതി അവിടെ വെക്കണം. സച്ചി പറയും, എനിക്കും വേണ്ടവാ, നമുക്ക് പോവാന്ന് പറയും. ഈ സമയത്ത് നീലിമ ഗുണ്ടകളായിട്ട് സംസാരിക്കണേ. നീലിമ പറയുന്നുണ്ട് ഇങ്ങനെ സുധീനെ എന്ത് വിധേനയും പിടിച്ചുകൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ഗുണ്ടകൾ പറയുന്നുണ്ടെന്ന് വ്യാപാരികളുടെ സമരമാണ്, ഇലക്ട്രോണിക്സ് കടകളൊക്കെ മുടക്കാണ്. ഇന്ന് കൊച്ചിയിലൊരു സമ്മേളനം ഉണ്ട് പറയുമ്പോൾ നീലിമ പറയും, അവൻ എന്തായാലും അവൻ ഷോ ചെയ്യാൻ കിട്ടുന്ന സ്ഥലങ്ങളൊന്നും പാഴാക്കില്ല, അവൻ എന്തായാലും സമ്മേളനത്തിൽ കൊണ്ടുപോകാൻ പറയാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവർ പറയാണ്, ഇന്ന് കട മുടക്കായി കാരണം സുധി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിവർത്തി ഉണ്ടാവില്ല മാഡം എന്നൊക്കെ പറയാണ്. പിന്നെ നിങ്ങളെല്ലാ പ്ലാനും ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഇന്ന് പ്ലാൻ നടപ്പാക്കാതിരിക്കാനാണോ നിങ്ങളിപ്പോൾ എന്നെ വിളിച്ച് വരുത്തിയാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയും, എന്തായാലും ഞങ്ങൾ സുധി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ പോയിട്ട് പിടിച്ചിട്ട് കൊടുന്നോളാം, അതിനുള്ള സിറ്റുവേഷൻ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറയാണ്. നീലിമ പറയും, എന്ത് വന്നാലും ശരി അവൻ ഇന്ന് എൻ്റെ കസ്റ്റഡിയിൽ കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ നിയോഗിച്ചേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നീലിമ ഗുണ്ടകൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണം. അവൻ ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടരുത് എന്നൊക്കെ പറയാണ്. എന്നിട്ട് ഗുണ്ടകളിലത്തെ ഒരാൾ മറ്റൊരാളെ വിളിച്ചിട്ട് പറയാ, ഒരാൾ ചന്ദ്രോദയത്തിൻ്റെ മുമ്പിലാണ് സുധി എപ്പോഴും ഇറങ്ങണമെന്ന് വെച്ചാൽ ആ വിവരം എന്നോട് വിളിച്ച് പറയണം എന്നൊക്കെ പറയാണ്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ അങ്ങനെ സുധിക്കുള്ള കൊട്ടേഷൻ നടത്താൻ തയ്യാറാവാണ്. അത് കഴിഞ്ഞ ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ അച്ചമ്മയും രവീന്ദ്രനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയും കൂടിയിട്ട് നമുക്ക് വേഗം ഇറങ്ങാം, ഞാൻ എന്തെങ്കിലും പ്ലേറ്റ് മാറ്റിയിട്ട് വിഷയം സംസാരിച്ചിട്ട് ഞാൻ ഇറങ്ങുമ്പോഴേക്കും ശ്രുതി ഒപ്പം ഇറങ്ങിക്കോ എന്ന് പറയാണ് ശ്രുതി. എന്നിട്ട് വരുമ്പോൾ അച്ചമ്മ രവീന്ദ്രനോട് പറയേണ്ടത്, എന്താ ചൂടല്ലേ, വൈകുന്നേരമല്ലേ മഴയുടെ ചൂടാണ്, മഴക്കാറുണ്ട് അതിൻ്റെ ചൂടാന്നൊക്കെ പറയുന്നത്. ഇന്നത്തെ കാലത്ത് മഴക്കാറുണ്ടായില്ലെങ്കിലും ചൂട് തന്നെയാന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതി ഇറങ്ങി വന്നിട്ട് പറയും, ശരി ഭയങ്കര ചൂട്, അത് കാരണം ഇന്ന് കാലത്ത് തന്നെ 5-6 AC ആൾക്കാരെ കടയിൽ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കണം. എൻ്റെ കടയിലത്തെ AC വേഗം വിറ്റ് പോകും എന്നൊക്കെ പറയാണ്. ശരിയാ നല്ല ചൂടാണ്, നമുക്ക് എന്തായാലും ഈ വീടൊരു സെൻട്രലൈസ്ഡ് AC ആക്കണം അച്ഛമ്മ എന്നൊക്കെ പറയാണ് ശ്രുതി ഒപ്പം ഇറങ്ങി വന്നിട്ട്. അപ്പോൾ ശ്രുതിയോട് ചോദിക്കും, നീ എവിടേക്കാണ്, ഞാൻ ആൾക്കാർ കാത്തൊക്കെ ഞാൻ പോട്ടെ അച്ഛമ്മ. ശരി നീ പൊക്കോരെ. അപ്പോൾ ശ്രുതി ഒപ്പം നീങ്ങുമ്പോൾ ശ്രുതി മോളെ എവിടേക്ക് വയ്ക്കുമ്പോൾ ഞാനും ഷോറൂമിലേക്ക് ബ്യൂട്ടി പാർലറിലേക്ക് അച്ഛമ്മ, അവിടെ എൻ്റെ കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യണം, അതിന് നിൻ്റെ ബ്യൂട്ടി പാർലറിൽ ആരും വരുന്നില്ല എന്നാണല്ലോ ഞാൻ പറയുന്നത്. അതൊക്കെ തോന്നില്ല അച്ഛമ്മ, എൻ്റെ കസ്റ്റമേഴ്സിന് ഞാൻ തന്നെ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവർ പിണങ്ങി പോകും, പിന്നെ അവർ വരില്ല എന്നൊക്കെ പറയണം. എന്തായാലും രേവതി ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ കുറച്ച് ദിവസത്തേക്ക് നീ ഇവിടുന്ന് പോകാൻ പറ്റില്ല, നിൻ്റെ ഡ്യൂട്ടിയൊക്കെ വേറെ ആരെങ്കിലും പറഞ്ഞേൽപ്പിക്കുന്നിട്ട് നീ ഇങ്ങോട്ട് വാ, നമുക്ക് കുറച്ച് പണികളുണ്ട് എന്ന് പറയണം. ഞാനതിന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചു അച്ഛമ്മ, ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ, ഞാൻ എന്തോരം പണികൾ കിടക്കുക, എന്തായാലും നീ പാർലറിൽ പോകേണ്ട, രേവതി ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ പറഞ്ഞിട്ട് അച്ഛമ്മ മുട്ടൻ പണിയാണ് ശ്രുതിക്ക് കൊടുക്കുന്നത്. അങ്ങനെ ശ്രുതി ഇന്ന് ശരി ശ്രുതി നീ അപ്പോൾ ശ്രുതി പറയുന്ന ഞാനും ഇവിടെ ഇരിക്കുക അച്ഛമ്മ, വേണ്ട നിനക്ക് AC മേടിക്കാൻ ആൾക്കാരില്ലേ, നീ പൊക്കോ പറഞ്ഞിട്ട് ശ്രുതിനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ശ്രുതി ഞാൻ പോയിട്ട് വരാൻ പറഞ്ഞിട്ട് ശ്രുതി പെട്ടു. ശ്രുതി ഇറങ്ങിയപ്പോൾ ശ്രുതി ഇങ്ങനെ വിചാരിക്കും, ഈശ്വര ശ്രുതി ഇല്ലാതെ ഞാൻ ഇനി പുറത്തേക്ക് പോയിട്ട് എവിടേക്ക് പോകും, കടയില്ലല്ലോ, ഒന്ന് എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ശ്രുതി അവിടെ, അച്ഛമ്മേ ഞാനും കൂടി പോയിട്ട് വരാം അച്ഛമ്മേ, ബാക്കി പണികളൊക്കെ വന്നിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നടക്കില്ല മോളെ, ഇവിടെ രേവതിക്ക് ഒരാളെ ആവശ്യമാണ്, നീ പോണ്ടെന്ന് പറയും. അപ്പോൾ ആ സമയത്ത് രേവതി സച്ചിയും കൂടി ഇങ്ങനെ വീൽ ചെയറിൽ വരുമ്പോൾ സച്ചി പറയണ, ഞാൻ വീടിന് പുറത്തും ഡ്രൈവറാണ്, ഞാൻ ഇപ്പോൾ വീടിനകത്തും ഡ്രൈവറാന്ന് പറയുമ്പോൾ രേവതി പറയും, ഈ ഡ്രൈവറാവാനുള്ള സാധനം നിങ്ങൾ തന്നെയല്ലേ മേടിച്ചു വിടുന്നത്, അപ്പോൾ അനുഭവിച്ചോ എന്ന് പറയണം അച്ഛമ്മ. അപ്പോൾ അത് കേൾക്കുമ്പോൾ അച്ഛമ്മ പറയും, സച്ചി നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യടാ, ആ വീൽ ചെയർ ശ്രുതിയുടെ കൊടുക്കുക, ശ്രുതിയുടെ സഹോദരിയല്ലേ രേവതി, ശ്രുതി പൊന്നു പോലെ അവളെ കൊണ്ട് നടന്നോളൂ എന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതി ദേഷ്യം വന്നിട്ട് വേഗം പോവാണ്. അത് കഴിഞ്ഞിട്ട്
ശ്രുതി പുറത്തേക്ക് ഇറങ്ങിയിട്ട് എവിടെ പോവും ഈശ്വര, ഒരു കാര്യം ചെയ്യാം, പാർക്കിൽ പോയിരിക്കാം, കുറേ കാലം അവിടെ പോയി കിടന്നുറങ്ങിയതല്ലേ, ഇന്നൊരു ദിവസം അവിടെ പോയി കിടന്നുറങ്ങാം. എന്തായാലും സിനിമയ്ക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിനെ കൂട്ടാതെ സിനിമയ്ക്ക് കയറിയാൽ ശ്രുതി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലും. എന്തായാലും പാർക്കിലേക്ക് പോവാം എന്നിങ്ങനെ വിചാരിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ ശ്രുതി കാർ എടുക്കണ സമയത്ത് ശ്രുതിക്ക് വേണ്ടി കാത്തിട്ടുണ്ടായിരുന്നു വീടിൻ്റെ ഫ്രണ്ടിൽ കാത്തിരുന്ന ഗുണ്ട മറ്റേ ആൾക്ക് സിഗ്നൽ കൊടുക്കണം, ശ്രുതി ഇവിടുന്ന് കാറുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് വിളിച്ചു പറയാണ്. അത് കഴിഞ്ഞ് ശ്രുതിക്ക് ഒരു ലോഡ് തുണികൾ കൊടുന്ന് കൊടുത്തേക്കാണ് അച്ഛമ്മ കഴുകാൻ. അത് കഴുകി കഴിയാറാകുമ്പോഴേക്കും അച്ഛൻ പറഞ്ഞാൽ അതൊക്കെ രേവതി ഡ്രസ്സൊക്കെ കഴുകിക്കോന്ന് പറയുമ്പോൾ ഈശ്വര, രേവതി ആഴ്ചയിൽ ഒരു ദിവസമാണ് ആ തുണി കഴുകാറെന്നൊക്കെ ചോദിക്കണേ. മോളെ, ഈ പണികളൊക്കെ രേവതി ചെയ്തായിരുന്നല്ലേ, നീ എന്തായാലും വേഗം അടിച്ച് നനച്ച് ഇതാക്കിക്കോ, ശരീരത്തിന് നല്ലതാ എന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതി, അച്ഛമ്മ എനിക്ക് വയ്യ അച്ഛമ്മ എന്ന് പറയണം. ഇതൊക്കെ ചെയ്തേ പറ്റൂ, രേവതിക്ക് വയ്യാത്തോണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മയുടെ മോളല്ലേ, മോള് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് തുണികളെ വിട്ടിട്ട് കൊടുക്കുമ്പോൾ ശ്രുതി പറഞ്ഞു, ദൈവമേ എനിക്ക് നടുവേദനിച്ചിട്ട് വയ്യേ, എന്തോരം പണികളാണ് ഞാൻ ചെയ്യുന്നത്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതി സ്വയം പഴിച്ചുകൊണ്ടാണ് തുണികൾ കഴുകേണ്ടത്. ഈ സമയത്ത് ശ്രുതി കാർ കൊണ്ട് പോവാണ്. അപ്പോൾ ഒരു ബൈക്കുകാരൻ ശ്രുതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കാറ് പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രുതി ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്, ബൈക്കുകാരനെ കണ്ടിട്ടില്ലേന്ന് അറിയില്ല. അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ശ്രുതിനെ ശ്രുതിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ് ആ ഗുണ്ട ശ്രുതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ശ്രുതി തുണികൾ കഴുകിക്കൊണ്ടേയിരിക്കുകയാണ്, കഴിയണില്ല. അപ്പോൾ ശ്രുതി, ദൈവമേ നടു കഴിച്ചിട്ട് പോയി പറഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോൾ അച്ഛമ്മ ചോദിക്കുക, എന്താ ശ്രുതി കഴിഞ്ഞില്ല അച്ഛമ്മേ, നടു വേദനിച്ചിട്ട് പോയി, അതുകൊണ്ട് ഇന്നത് പറയും, വേഗം കഴുകിയിട്ട് വാങ്ങി, നമുക്ക് പണികളുണ്ട്, തറ തുടയ്ക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, എന്തൊക്കെ പണികളാണ്, വേഗം അച്ഛമ്മയുടെ കുട്ടി വേഗം കഴുകിയിട്ട് വാന്ന് പറയാണ്. ആ ശരി അച്ഛമ്മേന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയും, ഞാൻ എന്തായാലും മീരേനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ. എന്നിട്ട് മീരെ വിളിക്കുമ്പോൾ, ഹലോ മീരെ വിളിക്കുമ്പോൾ, ശ്രുതി നീ എവിടെയാണ് ചോദിക്കുമ്പോൾ, ഞാൻ വീട്ടിലല്ലാതെ എവിടെയാണ്, ഞാൻ പെട്ടുപോയി മീരെ എന്ന് പറയണം. അപ്പം എന്ത് പറ്റി, അല്ല നീ എന്താ ഇപ്പോൾ എവിടെയാണ് വെച്ചാൽ, ഞാൻ വീട്ടിലല്ലാണ്ട് ഞാൻ എവിടെ ചോദിക്കുമ്പോൾ പറയാം, എനിക്കറിയില്ല നീ ഇപ്പോൾ എവിടെയാണ് പോകണം, എന്താ ചെയ്യണമെന്നൊന്നും നീ എന്നോട് പറയാറില്ല, കാരണം നീ എന്തൊക്കെയാണ് ചെയ്യണമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പറയണ മീര. നിനക്ക് എന്നോടുള്ള പിണക്കം ഇതുവരെ തീർന്നില്ലടി ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി, എന്നെ കൊണ്ട് എല്ലാ പണികളും ചെയ്യിപ്പിക്കുക, അച്ഛൻ ഒരു ലോഡ് തുണികളെ കഴുകാൻ തന്നേക്കണം, എനിക്ക് വയ്യ, നനച്ച് എൻ്റെ നടുവൊക്കെ വേദനിക്കണമെങ്കിൽ ഈ നിലയ്ക്കാണെങ്കിൽ ഞാൻ ഇവിടെ പണിയെടുത്ത് ചത്തവും പറയാണ്. അപ്പം മീര പറയും, ആണോ അച്ഛമ്മ നിനക്ക് പണികൾ തന്നോ, നന്നായേ ഉള്ളൂ, നീ അനുഭവിച്ചാൽ നിനക്ക് ഇത് തന്നെ കിട്ടണം, നീ പണിതുകൊണ്ടിരിക്കുക, നീ നല്ലോണം പണിത്, അച്ഛമ്മ പറഞ്ഞ മുഴുവൻ പണിത്, നിന്നെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെ അച്ഛമ്മ ചെയ്തത്, അതൊക്കെ നിനക്ക് കിട്ടുന്നത് തന്നെ, നീ എന്താ മീര നീ ഇങ്ങനെ പറയണം, അല്ലാതെ പിന്നെ നീ ചെയ്തോ, വേഗം ചെയ്തോ, അച്ഛമ്മ പറഞ്ഞ പണികളൊക്കെ വേഗം ചെയ്തുകൊണ്ടിരുന്നോ, ഈ നിലയ്ക്കാണെങ്കിൽ രേവതി കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും എൻ്റെ ശവദാഹം നടത്തേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി പറയണം. എന്നിട്ട് ശ്രുതി പറയും മീരോട്, മീരെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു കേട്ടടി എന്ന് പറയണ സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എനിക്ക് തോന്നുന്നു ശ്രുതി തന്നെയാണ് രേവതീനെ ആക്സിഡൻ്റ് ആക്കിയത് തോന്നുന്നുണ്ട്. ദയവായിട്ട് ശ്രുതിക്ക് കൊടുത്തതാണ് ഈ പണി മുഴുവൻ. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.